യേശുക്രിസ്തു ആ സ്ത്രീയെ നോക്കി പറയുകയാണ്, സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. ഇനിയും നീ ചെന്ന് പാപം ചെയ്യരുത്. ആ രണ്ട് വാക്കുകളാണ് പറഞ്ഞത്. സ്ത്രീയെ, ആ പാപിനിയായ സ്ത്രീയോട് പറയുകയാണ്. എല്ലാവരും അവളെ വെറുത്ത് തള്ളിക്കളഞ്ഞ് അപമാനിച്ചുകൊണ്ട് ദുഷിച്ചപ്പോൾ നിൽക്കുന്നതായ സമയത്ത് യേശുക്രിസ്തു അവളെ നോക്കിക്കൊണ്ട്, സ്ത്രീയെ, വ്യഭിചാരിണിയായ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. സ്ത്രീയെ, ഇന്ന് നമ്മുടെ മധ്യയിൽ ആരെങ്കിലും ഉണ്ടോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ആരും എനിക്കായി കരുതുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ഈ ലോകത്തിൽ ആരും നിന്നെ ബഹുമാനിച്ചാലും ബഹുമാനിച്ചില്ല എങ്കിലും, കരുതിയാലും ഇല്ല എങ്കിലും, നിന്നെ പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും, ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി കരുതുന്നു. അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്താണ് നിനക്ക് വേണ്ടത്? അവൻ പറഞ്ഞത് രണ്ട് വാക്കുകൾ മാത്രമായിരുന്നു. എന്നാൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ആ 2 വാക്കുകൾ ആ സ്ത്രീയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവൾ വരുന്നത്. എന്നാൽ ആ സമയം കൊണ്ട് അവളുടെ ജീവിതം പൂർണ്ണമായും മാറി. കാരണം യേശു സാധാരണക്കാരനല്ല, പിന്നെ ആരാണ്? അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. അവൻ പാപികളെ രക്ഷിക്കുന്നവനാണ് എന്ന് ആ സ്ത്രീ ഗ്രഹിച്ചു. എങ്ങനെയാണ്? അവൻ 2 വാക്ക് പറഞ്ഞു. പ്രിയ സഹോദര, സഹോദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനേകം ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഒരുപാട് പേരുമായി നമ്മൾ പരിചയപ്പെടാറുണ്ട്. 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ അവരുമായി ചെലവഴിക്കുന്നത്. എന്നാൽ കണ്ടുമുട്ടിയിട്ട് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക, ആ വ്യക്തിയുടെ മേൽ വലിയ സ്വാധീനം വരുത്തുവാൻ കഴിയും. ഉദാഹരണത്തിന്, യേശുക്രിസ്തു ആ സ്ത്രീയുമായി സംസാരിച്ചത് കുറച്ച് സമയം മാത്രമാണ്. 2 വാക്കുകൾ മാത്രമാണ് അവന് പറഞ്ഞത്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് വലിയ ഒരു സ്വാധീനം ചെലുത്തുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പേരെ നമ്മൾ കാണാറുണ്ട്, എത്രയോ ആളുകൾ നമ്മെ കാണുവാൻ വരാറുണ്ട്. എന്നാൽ കണ്ടുമുട്ടുന്ന ആ സമയം, കുറച്ച് സമയം, നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥവത്തായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ നമുക്കുണ്ടാക്കുവാൻ കഴിയണം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. ഒരു 25 വർഷം മുമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് ക്രിക്കറ്റ് ടീം വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ക്രിക്കറ്റ് ടീം വെളിയിലേക്ക് വരുമ്പോൾ യൗവനക്കാരായ അനേകം ആളുകൾ ഓട്ടോഗ്രാഫ് മേടിക്കുന്നതിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാരുടെ പിന്നാലെ പോയപ്പോൾ ഞാനും അവരോടൊപ്പം ചെല്ലാനിടയായി. അങ്ങനെ ഞാൻ പരിശ്രമിക്കുന്നതായ സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യൻ ക്യാപ്റ്റന്റെ മുൻപാകെ ചെറിയൊരു ഓട്ടോഗ്രാഫ് ഞാൻ നീട്ടാനിടയായി. അങ്ങനെ അനേകം ആളുകളുടെ മധ്യയിൽ വെച്ച് ഞാൻ കുറച്ച് ഉയരമുള്ളവനായിരുന്നതുകൊണ്ട് ഞാൻ ബുക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പെന്നിൽ ആ ബുക്കൊന്ന് മുട്ടുവാനിടയായി. ആ പെന്നിൽ മുട്ടിയപ്പോൾ അദ്ദേഹം എന്നെ വളരെ സീരിയസോടെ നോക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇദ്ദേഹം വലിയ കോപിഷ്ഠനാകുന്നുവെന്ന്. ഇത്ര കോപിഷ്ഠനായ ഒരു വ്യക്തിയുടെ ഓട്ടോഗ്രാഫ് എനിക്കെന്തിനാണെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങാൻ അവിടെ നിന്നില്ല. എന്നാൽ ദയവിച്ച് ശ്രദ്ധിക്കുക, ആ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, ഞാൻ അദ്ദേഹത്തെ കണ്ട സമയത്ത് ആ കണ്ടുമുട്ടൽ നോക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആ കുറേ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം എൻ്റെ മനസ്സിൽ നൽകിയ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ വലിയ കോപിഷ്ഠനാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് നൽകിയത്. 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് അതാണ് ചിന്താഗതി. എന്താണ്? കോപിഷ്ഠനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മുടെ അരികിൽ വന്നിട്ട് കുറച്ച് നിമിഷങ്ങൾ ചിലവഴിച്ച് പോയേക്കാം, അല്ലെങ്കിൽ നാമും ആരുടെയെങ്കിലും മുൻപിൽ കുറച്ച് നിമിഷങ്ങൾ ചിലവഴിച്ചേക്കാം. എന്നാൽ ആ കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ ചിന്താഗതി എന്താണെന്ന്, നമ്മുടെ സ്വഭാവം എന്താണെന്ന് ഉള്ളതായൊരു അഭിപ്രായം ആ വ്യക്തിക്ക് കൊടുക്കുവാനിടയാകും. 2, ഒരു കൊച്ചുകുട്ടി ഒരു ദിവസം എഴുന്നേറ്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെ കണ്ടുമുട്ടിയേ തീരൂ എന്ന് തീരുമാനമെടുത്തു. ദൈവം എവിടെയാണെന്നറിയില്ല, എന്നാൽ കണ്ടുമുട്ടണം. എത്ര ദൂരേക്ക് പോകണമെന്നറിയില്ല, എന്നാൽ തീർച്ചയായും പോയേ തീരൂ. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തൻ്റെ കയ്യിൽ കുറച്ച് തണുത്ത മാംഗോ ജ്യൂസ് കരുതി, അതുപോലെ തന്നെ
കുറച്ച് ബ്രെഡിൻ്റെ പീസസുകളും കരുതി. അവ തൻ്റെ ബാഗിൽ വെച്ച് നടന്ന് ഒരു പാർക്കിൻ്റെ അരികിൽ ചെന്നു. ആ പാർക്കിൽ പോയി വിശ്രമിക്കാനിടയായി. അവിടെ താൻ ഇരിക്കുന്നതായ സമയത്ത് ഏതോ ഒരു സ്ത്രീ ഇവനിരിക്കുന്ന ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ ശേഷം ഇവൻ കയ്യിലിരുന്നതായ ആ മാംഗോ ജ്യൂസ് എടുത്തിട്ട് അല്പം കുടിച്ചു. അത് കുടിച്ച ശേഷം അവൻ അടുത്തിരുന്നതായ ആ സ്ത്രീക്കും കുറച്ച് മാംഗോ ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച് തൻ്റെ കയ്യിലിരുന്ന ചെറിയൊരു കപ്പിൽ ഒഴിച്ച് ജ്യൂസ് കൊടുത്തു. ആ മാംഗോ ജ്യൂസ് അവർ വാങ്ങി കുടിച്ച ശേഷം അവനെ നോക്കിയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് നന്നായി ചിരിച്ചു. ആ ചിരിയിൽ എവിടെയുമില്ലാത്തൊരു ആകർഷണം കണ്ടു. അത് അവനെ ഒരുപാട് സന്തോഷിപ്പിക്കാനിടയായി. ഞാൻ കപ്പിൽ കുറച്ച് മാംഗോ ജ്യൂസ് കൊടുത്തപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചുവല്ലോ. ആ സന്തോഷത്തിൽ അവരുടെ മുഖത്ത് വലിയ തെളിച്ചം വന്നിരിക്കുന്നു. ഒന്നുകൂടി അവർ ചിരിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചു. വീണ്ടും ചിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അവർക്ക് മാംഗോ ജ്യൂസ് കൊടുക്കണം. വീണ്ടും കുറച്ചുകൂടി മാംഗോ ജ്യൂസ് ആ കപ്പിലൊഴിച്ച് അവർക്ക് കൊടുത്തു. അവരത് വാങ്ങിയിട്ട് താങ്ക് യു പറഞ്ഞു. അത് കുടിച്ചു. അതിനുശേഷം പുഞ്ചിരിയോടുകൂടി കപ്പ് തിരിച്ചു കൊടുത്തു. ആ കൊച്ചു ബാലന് ആ സ്ത്രീയുടെ പുഞ്ചിരിയും സന്തോഷത്തോടു കൂടിയുള്ളതായ പെരുമാറ്റവുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവാനിടയായി. വീണ്ടും കപ്പിൽ മാംഗോ ജ്യൂസ് ഒഴിച്ച് കുടിക്കാൻ കൊടുത്തു. അവർ വീണ്ടും പുഞ്ചിരിയോടെ വാങ്ങിക്കുടിച്ചു താങ്ക് യു പറഞ്ഞു. അവൻ ഒരുപാട് ആനന്ദിക്കാനിടയായി. വീട്ടിലേക്ക് പോയി. അവൻ വീട്ടിൽ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കടന്നുചെന്നത്. സന്തോഷത്തോടെ അവൻ പെരുമാറുന്നതും അവൻ്റെ വരവുമൊക്കെ കണ്ടപ്പോൾ അവൻ്റെ മമ്മി അവനോട് ചോദിച്ചു, എന്തു പറ്റിയടാ, നീ വളരെ സന്തോഷവാനാണല്ലോ, വളരെ ഹാപ്പിയാണല്ലോ, ഇതുവരെയും ഇത്രത്തോളം സന്തോഷത്തിൽ ഞാൻ നിന്നെ കണ്ടിട്ടേയില്ല. ഇതിൻ്റെ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഈ ദിവസം ദൈവത്തെ കാണുവാനിടയായി. എന്താണ് പറഞ്ഞത്? ദൈവത്തെ കണ്ടുവെന്ന് പറഞ്ഞു. അതെന്താണ്? നീ ദൈവത്തെ കാണുകയോ? അതേ മമ്മി, ഞാൻ ദൈവത്തെ കണ്ടു. അതെങ്ങനെ പറയാൻ കഴിയും? കാര്യങ്ങളെല്ലാം വിവരിച്ചു. ആ സ്ത്രീയുടെ മുഖത്തൊരു വലിയ ശോഭയുണ്ട്. ആ പുഞ്ചിരിയിൽ എത്ര ആനന്ദമാണ്! പുഞ്ചിരിയിൽ വലിയൊരു വെളിച്ചമുണ്ട്. അവർ പുഞ്ചിരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വീണ്ടും ആ പുഞ്ചിരി കാണുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാംഗോ ജ്യൂസ് അവർക്ക് കൊടുത്തതുപോലെ ബ്രെഡും കൊടുക്കാനിടയായി. എനിക്കൊരുപാട് സന്തോഷം തോന്നി. ദൈവത്തെ ഞാൻ കണ്ടു. ആ സ്ത്രീയും അവരുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മകൻ അവൻ്റെ മമ്മിയെ ശ്രദ്ധിച്ചു. മമ്മി, എന്തുപറ്റി ഇന്ന്? വളരെ സന്തോഷവതിയാണല്ലോ. ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ മമ്മിയെ കണ്ടിട്ടേയില്ല. എന്താണ് പറ്റിയത്? ഈ സന്തോഷത്തിൻ്റെ കാരണമെന്താണ്? അപ്പോൾ അവർ പറയുകയാണ്, എന്താണെന്നറിയില്ലടാ, മനസ്സിനൊരു സ്വസ്ഥതയുമില്ലാതെ ദൈവത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ദൈവത്തെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ഞാനങ്ങനെ പാർക്കിൽ ചെന്നിട്ട് ദുഃഖത്തോടുകൂടി അവിടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തെ കാണാനിടയായി. ദൈവം ഒരുപാട് വലിപ്പമുള്ളവനാണെന്ന് ഞാൻ കരുതി. എന്നാൽ ദൈവം വളരെ ചെറിയവനാണ്. ആ ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ആ ദൈവം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ നന്നായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ, ദൈവം മറ്റെവിടെയുമല്ല, ദൈവം നമ്മുടെ മധ്യയിൽ തന്നെയാണ് ഉള്ളത്. ദൈവം നമ്മിൽ തന്നെയാണ് വസിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ചെറിയ ചെറിയ പ്രവൃത്തികളായിരിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതുകൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നീ ആരെയാണോ കണ്ടുമുട്ടുന്നത്, ആരുമായിട്ടാണോ പരിചയപ്പെടുന്നത്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയെന്നത് അപ്രസക്തമാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ നിന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം, നിന്നെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ്, ഇവനൊരു ആത്മീയനാണ്, ദൈവ പൈതലാണ്, ഇവൻ ശ്രേഷ്ഠനാണ്, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് എന്നു പറയുവാൻ കഴിയുന്ന പെരുമാറ്റം നിന്നിൽ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ, നിന്നെപ്പോലെ സ്നേഹിക്കുന്ന മനസ്സും നിന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഹൃദയവും നിന്നെപ്പോലെ പ്രവൃത്തികൾ ചെയ്യാനുള്ള കൃപ, നിന്നെപ്പോലെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ജീവിതവും നിന്നെപ്പോലെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യവും ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഇന്ന് കേൾക്കപ്പെട്ട സന്ദേശം എല്ലാ ഹൃദയങ്ങളിലും പതിയുമാറാകണമേ. അങ്ങനെ നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, അങ്ങയെപ്പോലെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ടോ? ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ?
എന്ന് പരിശോധിച്ചുകൊണ്ട്, കർത്താവെ, അതിനൊത്തവണ്ണം ഞങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ ക്ഷമിക്കണമേ കർത്താവെ, പൊറുക്കണമേ. ഇന്നു മുതൽ നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.